പ്ലസ് വണ്ണിലെ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ. ലാസ്റ്റ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് പഠിച്ചു, അതിലെ ലോസ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, കോംപ്ലിമെൻറ്റ് ലോസ്, ഡി മോഗൻസ് ലോസ്, ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ, ലോ ഓഫ് എംപ്റ്റി സെറ്റ് എല്ലാം പഠിച്ചു. ഇതിൽ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് വെൻ ഡയഗ്രത്തിലെന്ന് കാണിച്ചൊന്നുമില്ല. സോ what is A dash means not A can be find using the formula U minus A. So U is represented by this rectangle, that is universal set, and if A is any set which is A is a subset of U, then how can you shade A dash? U il illadum A il illatha A ne olivakki U il ninnum A ne olivakki baakiyulla sthalam. So the shade of A dash, this is A. So this shaded portion gives what? This shaded portion U il ninnum A ye olivakki baakiyulla sthalamana endu A dash. Okay. So Venn diagram of A dash is like this. ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യാം. If U equal to set 1, 2, 3, 4 etc. up to 9 സെറ്റ് ഇതിങ്ങനെ തന്നെ ചെയ്യാൻ എഴുതണം. U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9. A equal to set 1, 2, 3, 4. B equal to set 2, 4, 6, 8. 2, 4, 6, 8. C equal to set 3, 4, 5, 6. A equal U equal to 1 to 9. A equal to set 1, 2, 3, 4. B equal to 2, 4, 6, 8. C equal to 3, 4, 5, 6. Question number 1 is find A dash. What is A dash? A dash means U il ninnum A ye maati nirtha. U il 1 to 9 ഉണ്ട്. A 1, 2, 3, 4 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി U ആരൊക്കെ ഉണ്ട്? സെറ്റ് 5, 6, 7, 8, 9. വളരെ എളുപ്പമാണ്. നോട്ട് A, Aയിൽ ഇല്ലാത്തതും ബാക്കി Uയിലുള്ളതും. Coming to second question, find B dash. What is the formula of B dash? U minus B. 1 to 9 നിന്ന് 2, 4, 6, 8 ഒഴിവാക്കുമ്പോൾ ബാക്കിയുള്ള ടേംസ് 1, 3, 5, 7, 9. Is it? 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത്തെ ഈവൺ നമ്പേഴ്സ് ആണ്. അവർ ഒഴിവാക്കുമ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ടാവും? 1, 3, 5, 7, 9. That's all. And coming to the third question, what is A union C dash? What is A union C dash? How can you find a set dash? U minus this set. Okay, ഈ സെറ്റിൻ്റെ ഒരു സെറ്റിൻ്റെ ഡാഷ് കാണാൻ യുവിൽ നിന്ന് സെറ്റ് കുറയ്ക്കാം. So here is the set is A union C. So A union C ഡാഷ് കാണാൻ യുവിൽ നിന്നും A union C കുറയ്ക്കാം. Okay, യുവിൽ നിന്നും A union C കുറയ്ക്കാം. Okay, so first find A union C. എയുടെ സിയുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലുള്ള ആൾക്കാരെ മുഴുവൻ എഴുതുക, ഒരാൾ ഒരു വട്ടം എഴുതാൻ പാടുള്ളൂ. സോ 1, 2 എയിലും സിയിലുള്ള മുഴുവൻ ആൾക്കാരെ എഴുതുക. 1, 2, 3, 4, 5, 6. ഓക്കെ, 1, 2, 3, 4, 5, 6 രണ്ട് വട്ടം എഴുതുക, ഒരു എലമെന്റ് ഒരിക്കലും എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ U means 1 to 9. അതിന് 1, 2, 3, 4, 5, 6 കുറച്ച് ബാക്കി ആരുണ്ട്?
7, 8, 9. Okay. So A union C dash is 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ ബാക്കി 7, 8, 9. Okay, next question is A union B dash. A union number 4. Number 4 is A union B dash. നേരത്തെ പോലെ തന്നെയാണ് യുയിൽ നിന്നും A union B സബ്ട്രാക്ട് ചെയ്യാം. What is A union B? എയുടെയും ബിയുടെ യൂണിയൻ എടുത്തോളൂ. സെറ്റ് 1, 2, 3, 4, 6, 8. 1, 2, 3, 4, 6, 8. Okay. So യുയിൽ നിന്ന് ഇവരെ കട്ട് ചെയ്തോളൂ. So A union B dash. A union B dash is യുയിൽ നിന്ന്, that means 1, 2, 3 etc. up to 9 നിന്ന് 1, 2, 3, 4, 6, 8 കുറയ്ക്കുമ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ട്? 5, 7, 9. Okay, that is A union B dash. Next question is, what is A dash whole dash? Number 5. What is A dash whole dash? That you know, നേരത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതാണ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. A dash whole dash is actually A. ഒരു സെറ്റിന്റെ ഡാഷ് എങ്ങനെ കാണാം? ദാറ്റ് ഇങ്ങനെ ഇതേപോലെ ചെയ്യണം. ഒരു സെറ്റിന്റെ ഡാഷ് എങ്ങനെ കാണാം? A ഡാഷിന്റെ ഡാഷ് കാണാൻ എന്താ ചെയ്യുക? യുയിൽ നിന്നും സെറ്റ് കുറയ്ക്കുക. സെറ്റ് പറഞ്ഞാൽ A ഡാഷ് കുറയ്ക്കാം. So U means 1, 2, 3 etc. up to 9 and A dash is 5, 6, 7, 8, 9 കുറച്ചാൽ ബാക്കി എന്തുണ്ട് അവിടെ? 1, 2, 3, 4, which is actually A itself. Clear? ഒരു സെറ്റിന്റെ ഡാഷ് കാണാൻ യുയിൽ നിന്ന് ഈ സെറ്റ് കുറയ്ക്കുക. ദാറ്റ് മീൻസ് A ഡാഷ് കുറയ്ക്കുക. A ഡാഷ് നമ്മൾ നേരത്തെ A ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ കണ്ടുവച്ചത് 5, 6, 7, 8, 9. A dash is 5, 6, 7, 8, 9. So യുയിൽ നിന്ന് 1, 2, 3 etc. up to 9 നിന്ന് 5, 6 U minus 5, 6, 7, 8, 9 കുറയ്ക്കുമ്പോൾ ബാക്കി യുയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 1, 2, 3, 4, which is actually A itself. That is A dash whole dash is always A. Okay, next one is what is B minus C whole dash? What is B minus C that whole dash? Okay, as before, a dash can be obtained using the formula universal set minus A. So like that here, ഇതിന്റെ ഡാഷ് കാണാൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന B minus C കുറയ്ക്കുക. So first of all, find B difference C. ബിയിൽ നിന്നും സീനെ ഒഴിവാക്കൂ. സീനെ ഒഴിവാക്കുമ്പോൾ ആക്ച്വലി ഒഴിവാക്കുന്നത് നമ്മൾ സെയിം രണ്ടിലുള്ള കോമൺ ടേംസിനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ 4 കട്ട് ചെയ്യാം, രണ്ടിലുണ്ട്. ബിന്ന് സീനെ കട്ട് ചെയ്യുമ്പോൾ രണ്ടിലുള്ള കോമൺ ടേംസിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിലും കൂടിയുള്ളത് എഴുതരുത്. ബാക്കി ബിയിൽ എന്തുണ്ടോ? ബാക്കി ബിയിൽ ആരൊക്കെയുള്ളത്? 2ഉം 8ഉം. ഇതിലുള്ള ആൾക്കാരെല്ലാവരും പോവും. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും വേണ്ട. കൂട്ടത്തിലെ കോമൺ ടേംസും പോവും. പിന്നെ ബാക്കിയുള്ള ഇതിലെ ആൾക്കാരെ നമ്മൾ എഴുതാൻ പാടില്ല. ബാക്കി എയിൽ എന്തുണ്ട്? ബാക്കി എയിൽ 2, 8. സോ B minus C ഡാഷ് കാണാനായിട്ട് നമ്മൾ ആദ്യം B minus C കണ്ടു. പിന്നെ യുയിൽ നിന്ന് ആരെ കുറയ്ക്കണം? 2, 8 കുറയ്ക്കുക. സോ ആരാ ബാക്കിയുള്ളത്? ബാക്കി യുയിൽ ആരൊക്കെ ഉണ്ട്? 1, 2 ഇല്ല, 3, 4, 5, 6, 7, 9. ഓക്കെ, സോ ഇതാണ് കോംപ്ലിമെന്റ് കാണുന്ന മെത്തേഡ്. So here we are going to the last section of this chapter, that is application, practical problems. Application level questions ആണ്. So heading is practical problems on union and intersection of two sets. Okay, practical problems
practical problems on union and intersection. Practical problems on union and intersection. Union and intersection of two sets. Okay. Practical problems on union and intersection of sets. Okay. So let A consider two sets A and B. Let them be finite, and given that A intersection B is null set. Okay. Given two sets, finite sets, and given that they have no intersection, so how can you draw the Venn diagram of A and B? Having no intersection, so they are separate. Okay. A and B are separate. Join ചെയ്യാൻ പറ്റില്ല, intersect ചെയ്യാൻ പറ്റില്ല. No intersection. So, but A intersection B is null set. So, what is N of A union B? N of A union B in this case എന്താകും? Suppose ഇവിടെ 1, 2, 3 ഉണ്ടെന്ന് വിചാരിക്കൂ, ഇവിടെ 4, 5 ഉണ്ടെന്ന് വിചാരിക്കൂ. What is N of A union B? നമുക്ക് എണ്ണി നോക്കിയറിയാം, ഇതിലത്തെ എല്ലാവരും കൂടി കൂട്ടിയാൽ മതി അല്ലേ? എയിലെ നമ്പേഴ്സും ബിയിൽ നമ്പേഴ്സും കൂട്ടിയാൽ മതി. സോ എയിൽ 3 നമ്പേഴ്സുണ്ട്, ബിയിൽ 2 നമ്പേഴ്സുണ്ട്. സോ ഓൾ ടുഗദർ എ യൂണിയൻ ബിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5. സോ ദാറ്റ് ഈസ് N of A plus N of B. Okay. If A and B are finite and A intersection B is a null set, then N of A union B is equal to N of A plus N of B. Suppose A and B has intersection. A ക്കും B ക്കും intersection നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കും അല്ലേ? A ക്കും B ക്കും intersection ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ. This part is intersection. Okay. This part is A minus B and B നേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ this part is B minus A. That we know. So in this case, what is N of A union B? ഈ കേസിൽ എങ്ങനെ A union B കാണും? A union B എന്ന് പറഞ്ഞാൽ എയിലുള്ള ആൾക്കാരും ബിയിലുള്ള ആൾക്കാരും കൂട്ടിയിട്ട്, അപ്പോൾ ഇതിൽ രണ്ടിലും ആവർത്തിച്ച് ഇവിടെ കിടക്കുന്ന എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം അത് ഒരു വട്ടം കട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് N of A union B. So N of A union B is N of A plus N of B minus N of A intersection is very important. N of A union B equal to N of A plus N of B minus N of A intersection B. So ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം, അതാ കുറച്ചും കൂടി നന്നാവുക. ഇവിടെ ഇപ്പം 1, 2, 3, 4, 5, 6. സോ A യൂണിയൻ ബിയിൽ ആക്ച്വലി എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കൂ. നമുക്ക് എണ്ണി നോക്കാം. 6 എലമെന്റ്സ് ആണുള്ളത്. ബട്ട് ആക്ച്വലി എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എയിൽ 4 എലമെന്റ്സ് ഉണ്ട്. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ഓൾ ടുഗദർ 6 എലമെന്റ്സ് ഉള്ളൂ. ഓൾ ടുഗദർ രണ്ടും കൂടി നോക്കുമ്പോൾ അപ്പോൾ 4, ഇതിൽ 4, ഇവിടെ 4, മിഡിലിൽ 2 എണ്ണം. സോ 4 plus 4 minus 2, that means 8 minus 2, 6. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 4 എന്ന് പറഞ്ഞാൽ N of A, number of elements of A, plus number of elements of B minus number of elements of their intersection gives altogether A union B. So number of A union B equal to N, very important, N of A plus N of B minus N of A intersection B. If given 3 sets A, B and C, given 3 sets capital A, capital B and capital C, how can you find N of A union B union C? Okay, രണ്ടെണ്ണാകുമ്പം N of A plus N of B minus N of A intersection B. So 3 എണ്ണാകുമ്പോൾ N of A plus N of B plus N of C minus pairwise N of A intersection B
minus n of b intersection c minus n of a intersection c plus n of a intersection b intersection c. Okay, n of 3 സെറ്റാണ് തന്നിരിക്കുന്നത് വെച്ചാൽ n of a union b union c is equal to n of a plus n of b plus n of c minus pair wise എടുക്കുക a intersection b intersection c a intersection c plus n of a intersection b intersection c. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല, സോ ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ് ആൻസർ. പ്രൂഫ് അങ്ങനെ വേണമെന്നുള്ളവർക്ക് നിർബന്ധമാണെങ്കിൽ പിന്നീട് പറഞ്ഞു തരാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് capital X and capital Y are two sets, capital X and capital Y are two sets such that X union Y has 50 elements. X union Y has 50 elements. X has 28 elements and Y has 32 elements. Then how many elements does X intersection Y? How many elements does X intersection Y has? ഇതിൻ്റെ ഉള്ള എത്ര എലമെൻറ്റ്സ് ഉള്ളതാണ് ചോദ്യം. എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ ഹാസ് 50 elements. So n of x union y is 50. X has 28 elements. n of x is 28 and n of y is 32. Then what is n of x intersection y? That's the question. Okay. So union തന്നിട്ട് intersection മാത്രമേ കാണുള്ളൂ. So we know n of x union y is equal to, we have the result, n of x plus n of y minus n of x intersection y. Okay. n of x plus n of y minus n of x intersection y. What is x union y? 50. What is n of x? 28. What is n of y? 32 minus n of x intersection y. This being negative, then you will remember plus out. So n of x intersection y equal to, ഇത് ആഡ് ചെയ്യുമ്പം 60. ഈ 15 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 50 അങ്ങോട്ട് വരുമ്പോൾ മൈനസ് 50 ആവും. സോ ദ ആൻസർ 60 മൈനസ് 50 is equal to 10. ഓക്കെ, സോ എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിയറട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ 10 എന്ന് കിട്ടി. ഇത് വെൻ ഡയഗ്രത്തിൽ എങ്ങനെ വരയ്ക്കും? വെൻ ഡയഗ്രത്തിൽ എക്സ് വൈ യു, എക്സ് യൂണിയൻ വൈയില് ഇതിൽ മൊത്തം 50 എലമെന്റ്സ് ഉണ്ട്. പക്ഷെ എക്സില് തന്നെ 28, വൈയില് തന്നെ 32. എക്സില് മുഴുവൻ 28, വൈയില് മുഴുവൻ 32. ബട്ട് ഓൾ ടുഗദർ ഈസ് 50. ഇതിൽ മൊത്തമായിട്ട് 50 കാണാൻ പാടും. ഇതിൽ കാഴ്ചയിൽ ഇപ്പം എത്രയുണ്ട്? 28, 32 പറഞ്ഞാൽ 60 ഉണ്ട് അല്ലേ? അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ 50 കാണാൻ പാടുള്ളൂ വെച്ചാൽ ആ 10 എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. സോ ഇവിടെ 10 വരുമ്പോൾ ഇവിടെ എത്രയാവും? അപ്പൊ 10 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി കാഴ്ചയിൽ 60 ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ 50 ഉള്ളൂ. സോ ഇവിടെ ആവും ആ 10 കിടക്കുക. അപ്പൊ ഇവിടെ 10 ആവുമ്പോൾ ഇവിടെ എത്രയാവും? 18 ആവും. ഇവിടെ എത്രയാവും? 22 ആവും. സോ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, 22 plus 10, 32 plus 10, 42 plus 8, 50. അങ്ങനെയാണ് അതിൻ്റെ വെൻ ഡയഗ്രം വരുന്നത്. ഈ രീതിയിലാണ്. ഓക്കെ, അങ്ങനെ എളുപ്പമുള്ളതാണ്. പരീക്ഷയ്ക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ ദർ ആർ 20 ടീച്ചേഴ്സ് who teach mathematics or physics. In a school there are 20 teachers
who teach mathematics or physics. അപ്പോൾ മാത്തമാറ്റിക്സിന് നമുക്ക് എം എന്നും ഫിസിക്സിനെ പി എന്ന് എടുക്കുമ്പോൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 20. Okay? Of these, 12 teach mathematics. 12 teach mathematics and 4 teach both physics and mathematics. Physics mathsum പഠിപ്പിക്കുന്നവർ 4. Then how many teach physics? That's the question. How many teach physics? ഒന്നുകൂടി പറയാം. In a school there are 20 teachers who teach mathematics or physics. ഒരു സ്കൂളിൽ 20 ടീച്ചേഴ്സ് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്നതായിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ 12 ടീച്ചേഴ്സ് ടീച്ച് മാത്സ്. മാത്സ് പഠിപ്പിക്കുന്ന 12 ടീച്ചേഴ്സും രണ്ടും കൂടി പഠിപ്പിക്കുന്നവർ 4 ആണെങ്കിൽ ഫിസിക്സ് തന്നെ പഠിപ്പിക്കുന്നത് എത്ര എന്നാണ് ചോദിക്കുന്നത്. So we can draw Venn diagram. U, maths, physics, maths, തന്നെ പഠിപ്പിക്കുന്നത് 12, രണ്ടും കൂടി 4 ആണ്. അപ്പം ഇവിടെ 4 ആകുമ്പോൾ ഇത് മൊത്തമാണ് 12. ഇവിടെ എത്രയാവും? ഈ ഭാഗത്ത് 8 എന്ന് വരും. ഓക്കെ, സോ മാത്സ് തന്നെ പഠിപ്പിക്കുന്നവർ 12 ആണ്. പക്ഷെ രണ്ടും കൂടി പഠിക്കുന്നവർ ഇവിടെ ഇടയിൽ 4 കിടക്കുന്നുണ്ട്. സോ ബാക്കിയുള്ള ഭാഗത്ത് ഇവിടെ 8 ആവും. 8 + 4 ആണ് 12 ആയത്. എങ്കിൽ ഇവിടെ എത്ര ആളുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അല്ല, ഓൾട്ടുഗദർ പിയിൽ എത്ര ആളുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 12 കഴിച്ച് ബാക്കി ഓൾട്ടുഗദർ ഇസ് 20. സോ ഇവിടെ മൊത്തം 12 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാവും? ആക്ച്വലി 8. ക്ലിയർ? ഇവിടെ 12, രണ്ടും കൂടി 20 ആണ്. സോ 12 + 8 is 20. സോ ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്നവർ അപ്പോൾ എത്ര ഉണ്ടാവും? 8 + 4 which is 12. ഓക്കെ, നമ്മൾ പ്രോബ്ലം വെച്ച് ചെയ്യാം. ഫോർമുല വെച്ച് ചെയ്യാം. n of m union p equal to n of m plus n of p minus n of m intersection p. n of m union p equal to, yes, n of m plus n of p minus n of m intersection p. What is m union p? 20. What is n of m? 12. n of p അറിയില്ല. Minus n of m intersection p is 4. So 12 minus 4 is 8. Here is 20 plus n of p. n of p നെ right side നിർത്തുക. ഈ 8 ഇങ്ങോട്ട് കൊണ്ടുവരിക. 20 minus 8 is equal to 12. So number of teachers who teach physics is 12. Okay, so coming to the next question, same type of practical problems on union and intersection of two sets. In a class of 35 students, 24 like to play cricket. 24 like to play cricket. So for cricket use C. 24 like to play cricket. 16 like to play football. 16 like to play football. Also each student likes to play at least one of the two games. How many students like to play both cricket and football? So first number in a class of 35 students. So in a class of 35 students cricket union football ആണ് 35 students എന്ന് മനസ്സിലാക്കി എടുക്കണം. Then how many students like to play both cricket and football? So we have to find cricket intersection football ആണ് നമുക്ക് കാണേണ്ടത്. ഫോർമുലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. As before, n of c union f is equal to n of c plus n of f minus n of c intersection f. We need to find c intersection f.
N of C union F is 35. N of C is 24 plus N of F is 16 minus N of C intersection F. V minus single plus sound. So N of C intersection F is equal to what is 24 plus 16 which is 40. 35 so answer is 5. So cricket ഫുട്ബോളും കളിക്കുന്ന എത്ര കുട്ടികളുണ്ട്? നമ്മൾ 5 സ്റ്റുഡൻസ്. ഇതുപോലെ തന്നെ നമുക്ക് വെൻ ഡയഗ്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാം. വെൻ ഡയഗ്രത്തിന് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യു. ക്രിക്കറ്റ്, ഫുട്ബോൾ, ക്രിക്കറ്റ് തന്നെ 24, ഫുട്ബോൾ തന്നെ 16. ബട്ട് ഓൾ ടുഗദർ ഈസ് ഇതിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി 40 വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ 35 ഉള്ളൂ. അപ്പോൾ 40 ഇത് രണ്ടും കൂടി 40 വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ആളാവും? 5 ആയിരിക്കും. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ 40 വരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ 35 ഉള്ളൂ. അപ്പോൾ 5 എവിടെ കിടക്കും? ഇവിടെ. സോ 5 ഇവിടെ ആകുമ്പോൾ ഇവിടെ എത്രയാവും? 19 വരും. ഇവിടെ എത്രയാവും? 5 വെച്ച് ഞാൻ ബാക്കി 2. Split up is like this. Okay. Next question. In a survey of 600 students, in a survey of 400 students in a school, 100 were listed as taking apple juice. Apple juice എടുക്കുന്നത് 100 students in a survey of 400 students in a school. Hundreds were listed as taking apple juice and 150 as taking orange juice and 75 were listed as taking both apple as well as orange. Or apple and orange എന്ന് പറയുന്നത് ആപ്പിൾ ആസ് വെൽ ആസ് ഓറഞ്ച് ഉറപ്പായിട്ട് അവർ രണ്ടും കൂടി കഴിക്കുന്നവർ 75. ആപ്പിൾ മാത്രം എടുക്കുന്നവർ 100, ഓറഞ്ച് മാത്രം കഴിക്കുന്നവർ 150 ആൻഡ് ആപ്പിളും ഓറഞ്ചും കൂടി കഴിക്കുന്നവർ 75. ദെൻ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? ഹൗ മെനി സ്റ്റുഡൻസ് were taking neither apple juice nor orange juice? How many students were taking neither apple juice nor orange juice? Okay, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ in a survey of 400 students in a school, എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഈ 400 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിൽ സെപ്പറേറ്റും ഇന്റർസെക്ഷനും തന്നിട്ടുണ്ട്. ഈ സെപ്പറേറ്റും തന്നിട്ടുണ്ട്, ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതിന്റെ യൂണിയൻ കാണാൻ ഇതിലൂടെ കാണാം. മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ട് ഇത് 400 എടുത്തു? ഇതിലെ സെപ്പറേറ്റും ഇന്റർസെക്ഷനും തന്നതുകൊണ്ട് ഇത് മൂന്നും വെച്ചുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് എ യൂണിയൻ ഒ. അപ്പൊ എ യൂണിയൻ ഒ അല്ല ഈ തന്നിരിക്കുന്നത്. ഈ എ യൂണിയൻ ഒ എന്ന് പറഞ്ഞാൽ അത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ഒ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ. അത് കാണാൻ ഇത് മൂന്ന് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നിരിക്കുന്ന 400 എന്ന് പറയുന്നത് ഒരിക്കലും എ യൂണിയൻ ഒ അല്ല. എ യൂണിയൻ ഒ കാണാനായിട്ട് ഇത് ഇത്രയും തന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ കേസിൽ ടേക്ക് യൂണിവേഴ്സൽ സെറ്റ് ആസ് ഇൻ എ സ്കൂൾ ഓഫ് ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് ദിസ് ഹ്യൂജ് നമ്പർ 400 ആസ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, find how many students were taking neither apple nor oranges. ആപ്പിളും വേണ്ട ഓറഞ്ചും വേണ്ടാത്തവർ എത്ര ഉണ്ടെന്നുണ്ട്. സോ ആപ്പിൾ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് എ മീൻസ് നമ്മൾ കോംപ്ലിമെന്റിൽ പഠിച്ചു എ ഡാഷ്. ഓറഞ്ച് വേണ്ട പറഞ്ഞാൽ ഓ ഡാഷ്. രണ്ടും വേണ്ട പറഞ്ഞാലോ എ ഡാഷ് ഇന്റർസെക്ഷൻ ഓ ഡാഷ്. സോ വി ഹാവ് ടു ഫൈൻഡ് neither apple nor orange. Not A എന്ന് പറയുന്നതാണ് എന്ത്? Not A is denoted as A dash. കോംപ്ലിമെന്റ് പറയുമ്പോൾ പറഞ്ഞു തന്നിരുന്നു
Not A is denoted as A dash. So orange, an apple venda panna A dash ana. Orange venda panna O dash ana. So apple venda orange venda panna enough A dash intersection O dash. This is the same as this is De Morgan's law in the other side. What is De Morgan's law? Intersection union. So what is A union O dash? Is A dash intersection O dash. Here union intersection. These two laws are known as De Morgan's laws. Okay, De Morgan's laws. So this A dash intersection first law. So first A dash intersection O dash is the same as N of A union O dash. Okay, A union O dash. This is set in dash. Universal set in this N of A union O. Okay. So De Morgan's law in the intersection union union let mold dash. Or set the dash universal set in this okay. So N of U minus N of A union O. So first find N of A union O. N of A plus N of O minus N of A intersection O. N of A 100 plus N of A 150 minus N of A intersection A is 75. 115, 75 by 75. 100 plus 75 is the 75. 100 plus 75 is 175. So N of A union O is 175. Okay. So neither apple nor orange juice is like this. N of U is 400 minus 175 is equal to 225. Okay. So the answer is 225. So 225 students were taking neither apple juice nor orange juice. Okay. So we are going to the last question of this chapter, that is sets. Okay. Last question of this chapter. There are 200 individuals. There are 200 individuals with a skin disorder. There are 200 individuals with a skin disorder. 120 had been exposed to the chemical C1. 120 had been exposed to the chemical C1. 50 to chemical C2. 30 to both chemicals C1 and C2. Then find the number of individuals. So coming to the question. One more. There are 200 individuals with a skin disorder. 200 individuals skin disorder vannittund. Chemical C1 kondu 120 ആൾക്കാർക്കും chemical C2 ഉണ്ട് 50 ആൾക്കാർക്കും രണ്ടും കൂടി ചേർന്നിട്ട് 30 ആൾക്കാർക്കും സ്കിൻ ഡിസോർഡർ വന്നു. സോ ഇവിടെ നോക്കൂ, C1 ഉണ്ട്, C2 ഉണ്ട്, C1 ഇന്റർസെക്ഷൻ C2 ഉണ്ട്. സോ ഇതിൽ നിന്ന് വെച്ചുകൊണ്ട് നമുക്ക് C1 യൂണിയൻ കാണാം, C1 യൂണിയൻ C2 കാണാം. സോ given 200 individuals is നേരത്തെ പ്രോബ്ലം തന്നെ. ഇറ്റ് ഈസ് n of universal set ആയിട്ട് 200 എടുക്കാം. So coming to our question, find the number of individuals exposed to. Find the number of individuals exposed to chemical C1.
chemical C1 but not chemical C2. Find the number of individuals exposed to chemical C1 but not chemical C2. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് എഴുതുന്നത് സിമ്പിൾസിലൂടെ C1 but not C2. So actually the Venn diagram എന്ന് പറയുന്നത് C1-ഉം C2-നും ഇന്റർസെക്ഷൻ ഉള്ള രീതിയിലാണ്. C1 C2 യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, C1 C2-നും ഇന്റർസെക്ഷൻ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. So C1 but not C2. C1 but not C2 means it is C1 minus C2. എങ്ങനെയാണ് C1 C2-നെ എങ്ങനെ കുറയ്ക്കുന്നത്? C1 ഈ ഭാഗം മാത്രം കുറച്ചാൽ നമുക്ക് ഈ ഭാഗം കിട്ടും. C1 മൈനസ് C2 എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഇവിടെ വരിക. C1-ൽ നിന്ന് C2-നെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഇതാണ് C1 minus C2. Okay, this shaded portion gives what? C1 minus C2. Okay, so ഇത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? C1-ൽ നിന്ന് ഇന്റർസെക്ഷൻ കുറച്ചാൽ മതി. So C1 minus C2 is obtained from the formula n of C1 minus n of C1 intersection C2. ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? C1 intersection C2. What is n of C1? 120. What is n of C1 intersection C2? ഇവിടെ 30 ഉണ്ട്. അപ്പോൾ 120 നിന്ന് 30 കുറച്ച് ആൻസർ ഈസ് 90. Okay, that's the first question. Second one, number of individuals exposed to chemical C2 but not C1. Chemical C2 but not chemical C1. Okay, നേരെ തിരിച്ച്. So we want to find n of C2 minus C1, which is n of C2 minus n of C1 intersection C2. n of C2 is 50 minus 30. So the answer is 20. One more question, last question. That is the last question. Chemical C1 or chemical C2? Chemical C1 or chemical C2? That's the last question. Third question. Number of individual exposed to chemical C1 or chemical C2. That means n of C1 union, or means union. Okay, and intersection. Okay, C1 union C2, that's a formula n of C1 plus n of C2 minus n of C1 intersection C2, all are given 120 plus 50 minus 30. So the answer is 140. So this chapter is over. Sets എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. താങ്ക് യു.